ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഞാനിന്നിവിടെ ബീട്രൂട്ട് റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് 2 മീഡിയം സൈസ് ബീട്രൂട്ട് തോല് കളഞ്ഞ് ചെറിയ പീസായി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളതാണ് താളിപ്പിന് കടുക് 1 ടീസ്പൂൺ, ജീരകം ഒന്ന് ക്രഷ് ചെയ്താണ് 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. പിന്നെ വെളിച്ചെണ്ണയിലാണ് ഇത് പാകം ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ 2 ചെറിയ തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചത് ചൂടായപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കടുക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലാക്കി വെക്കണേ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഈ മല്ലിപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി ഇവയൊക്കെ നമുക്ക് ചേർത്തി കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ നുറുക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളകിൻ്റെ എരിവ് മതിയാവും. ഇതിന് വേറെ മുളക് പൊടിയൊന്നും ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഒന്നെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് കൂട്ടി വയ്ക്കണം. ബീട്രൂട്ടിന് കുറച്ച് വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീട്രൂട്ട് വെന്ത് പാകമായിട്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്തി കൊടുക്കാം. തക്കാളി നേരത്തെ ചേർത്തി കൊടുത്താൽ ബീട്രൂട്ട് വേവാൻ കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്തി കൊടുക്കാം. ഇപ്പം തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടി കൂടി ചേർത്തി കൊടുക്കാം. ഇനി ആ തക്കാളി ഒന്ന് വേവുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ വെന്ത് നല്ല പാകത്തിനായിട്ട് കുറുകി വന്നിട്ടുണ്ട്, റോസ്റ്റായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ഒരു ചെറിയ സവോള, ഏറ്റവും ചെറുതായിട്ടുള്ളൊരു സവോള ഇതിലേക്ക് അങ്ങോട്ട് ചേർത്തി കൊടുക്കാം. ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സവോള വേവേണ്ട കാര്യമില്ല. കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ
ബീട്രൂട്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ വലിയൊരാരാണെങ്കിലും ഇത് കഴിച്ചു പോകും. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തി, പൂരി എന്നിവയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.